വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഇന്നത്തെ വായന ഭാഗം നെഹമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം 1 ശമൂവേൽ 7 അധ്യായം 1 വാക്യം. യഹോവയുടെ പെട്ടകമെടുത്ത് കുന്നിന്മേൽ അബീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഫെലിസ്ത്യർ മടക്കി അയച്ച യഹോവയുടെ പെട്ടകം കിര്യത്ത് യെയാരീം നിവാസികൾ അബീനാദാബിൻ്റെ വീട്ടിലായിരുന്നു സൂക്ഷിച്ചത്. അബീനാദാബ് എന്ന പേരിന് പിതാവ് ഉദാരശീലൻ എന്നതാണ് അർത്ഥം. അബീനാദാബ് എന്ന പേര് വേദപുസ്തകത്തിൽ മറ്റു പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ യഹോവയുടെ പെട്ടകം എങ്ങനെയാണ് ഫെലിസ്ത്യരുടെ കൈവശം എത്തിയത്? ഏലി പുരോഹിതൻ്റെ വാർദ്ധക്യകാലത്ത് ഇസ്രായേല്യരും ഫെലിസ്ത്യരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ഇസ്രായേല്യർ ഫെലിസ്ത്യരോട് തോറ്റുപോയി. അങ്ങനെ ഫെലിസ്ത്യർ ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചെടുത്തു. ഈ യുദ്ധത്തിലാണ് ഏലി പുരോഹിതൻ്റെ മക്കൾ 2 പേരും മരിക്കുന്നതും ഈ വാർത്തയറിഞ്ഞ് പുരോഹിതനും പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു പോകുന്നതും. പെട്ടകം പിടിച്ചുകൊണ്ടുപോയ ഫെലിസ്ത്യർക്ക് ആബാലവൃദ്ധം ഒരു ബാധ അഥവാ മൂലരോഗം പിടിപെട്ടു. അങ്ങനെ അവർ പെട്ടകം മടക്കി കൊടുക്കുകയും അത് അബീനാദാബിൻ്റെ ഭവനത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് അബീനാദാബിൻ്റെ മകനായ എലയാസാരിനെ ശുദ്ധീകരിച്ചു. അതിനുശേഷം പെട്ടകത്തിൻ്റെ ചുമതല അബീനാദാബിൻ്റെ മകനായ എലയാസാരിനെ ഏൽപ്പിക്കുന്നു. തുടർന്ന് 20 സംവത്സരം നിയമപെട്ടകം ആ ഭവനത്തിൽ സൂക്ഷിക്കുന്നതായിട്ട് കാണുന്നു. ഇവ 1 ശമൂവേൽ 7 അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പെട്ടകം തൻ്റെ ഭവനത്തിൽ ദീർഘവർഷങ്ങൾ സൂക്ഷിക്കുവാൻ അബീനാദാബിന് സാധിച്ചു. വളരെ പ്രാർത്ഥനയോടെയും ഒരുക്കത്തോടെയും ആ വലിയ കർത്തവ്യം ഏറ്റെടുക്കുവാൻ അബീനാദാബിന് കഴിഞ്ഞു. ദൈവത്തിൻ്റെ സിംഹാസനമായിട്ടാണ് ഇസ്രായേല്യർ പെട്ടകത്തെ ആദരിച്ചിരുന്നത്. കുടുംബാംഗങ്ങൾ ഒന്നടങ്കം തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ദൈവിക ശുശ്രൂഷകൾക്കായി തൻ്റെ മകനെ വിട്ടുകൊടുക്കുവാൻ അബീനാദാബിന് സാധിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ സുവിശേഷ വേലയ്ക്കുള്ള ഒരു ആഹ്വാനം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒന്നുകിൽ പൂർണ്ണസമയ സുവിശേഷ വേല അവർക്ക് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അവരുടെ ജോലിയോടൊപ്പം ഈ പ്രവർത്തനങ്ങളിൽ അവർക്കും പങ്കാളികളാകാം. ഇപ്രകാരം ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ നമുക്ക് ഏവർക്കും പങ്കാളികളാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരിക്കുന്ന ഏവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നൽകുന്ന പ്രാപ്തി പോലെ ഞങ്ങൾക്കും അതിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ തുണയ്ക്കണമേ. ആമേൻ.